ഗുഡ് മോർണിംഗ് ഗൈസ്. അതെ, എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയണമെന്നുണ്ടായിരുന്നു. അത് നിങ്ങൾ ഏത് രീതിയിൽ എടുക്കുമെന്നുള്ളത് എനിക്കറിയില്ല. അത് ഏത് രീതിയിൽ എടുത്താലും മത്തായിക്ക് മത്തം തന്നെയാണ്. എന്ന് വെച്ചാൽ നിങ്ങൾ പോസിറ്റീവായിട്ട് എടുത്താലും നെഗറ്റീവായിട്ട് എടുത്താലും എനിക്ക് ഈക്വലാണെന്ന്. അപ്പോൾ പറയാനുള്ളത്, നമ്മൾ ആരുടെ മുഖത്ത് നോക്കിയിട്ടാണെങ്കിലും പറയൽ നിർബന്ധമുള്ള കാര്യമാണല്ലോ, അതുകൊണ്ട് മാത്രം പറയുന്നു. ഇതിനു മുമ്പേ എൻ്റെ മകളുടെ പിറന്നാളുണ്ടായ സമയത്ത് അവൾക്ക് ഒരുപാട് ഗിഫ്റ്റുകൾ, ഒരുപാടെന്ന് പറയണ്ട, 12-ൽ-അധികം ഗിഫ്റ്റുകൾ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഞങ്ങളെല്ലാം കൂടി ഒരു ബോക്സിലാക്കിയിട്ട് അവൾക്ക് ഗിഫ്റ്റ് കൊടുത്തു. അതിനൊരുപാട് നമ്മുടെ താത്തച്ചിമാർ വന്ന് പറയുക, അത് ഞാൻ തന്നെ മേടിച്ചതാണ്, എന്നിട്ട് ഞാൻ തന്നെ കൊടുത്തതാണ്, അത് ഞാൻ തന്നെ മേടിച്ചതാണ്, പക്ഷെ പൈസ മറ്റുള്ളവർ തന്നതാണ് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതവർ വിശ്വസിക്കണ്ട. ഞാൻ തന്നെ മേടിച്ചതാണെങ്കിലും ഞാൻ തന്നെ കൊടുത്തതാണെങ്കിലും എൻ്റെ മകൾക്കല്ലേ, അവൾ ഹാപ്പി ആയതല്ലേ. നിങ്ങൾ അൺഹാപ്പി ആണെങ്കിലും അവൾ ഹാപ്പിയാണ്. ഞാനത് നോക്കിയാൽ പോരെ. പിന്നെ രണ്ടാമത്തെ കാര്യം, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ്, 2-3 ദിവസങ്ങൾക്ക് മുമ്പ് ഹസ്ബൻഡ് കുറച്ച് സാധനങ്ങൾ കൊടുത്തയച്ചിട്ട് ഞാൻ മാഹിയിൽ ഒരു വീട്ടിൽ പോയിട്ട് സാധനം മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനത് ആദ്യമേ തന്നെ മാഹിയിൽ ആ വീട്ടിൽ മേടിച്ചു കൊണ്ട് വെച്ചതാണ് പോലും. എന്നിട്ട് ഹസ്ബൻഡ് കൊടുത്തയച്ചതാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ പൊട്ടിച്ചതാണ് പോലും. എനിക്ക് ഇവിടെ കൊയിലാണ്ടി എവിടെ ഒരു വീട്ടിൽ കൊണ്ടു കൊടുക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങ് മാഹി വരെ പോയിട്ട് അവിടെ ഏതോ ഊട് വഴി കൂടിയൊക്കെ പോയി ഞാൻ തപ്പിപ്പിടിച്ച് ആ വീട്ടിൽ കൊണ്ടു കൊടുത്തത്. എൻ്റെ ഒരു കാര്യം, ഞാൻ എന്തൊരു പൊട്ടത്തിയാണ്. ഇവിടെ അടുത്ത വീട്ടിൽ രാധേച്ചിൻ്റെ വീട്ടിൽ കൊണ്ടു കൊടുത്താൽ പോരെ, അല്ലേ സുജാതേച്ചിൻ്റെ വീട്ടിൽ കൊണ്ടു കൊടുത്താൽ പോരെ. അവരെയൊക്കെ വീട്ടിൽ കൊണ്ടു കൊടുത്ത് ഞാൻ നിങ്ങളിത് ഇവിടെ വയ്ക്കി സലീം കൊടുത്തയച്ചാന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ പോയി വാങ്ങിയാൽ പോരാ. ഇത് മായി പോയി വാങ്ങി, അത്രയും പെട്രോൾ പോയി. ശരിക്കും ഞാൻ പൊട്ടത്തി തന്നെ അല്ലേ നിങ്ങൾ തന്നെ പറ. ഇനിയിപ്പോൾ ഒരു കാര്യം ചോദിക്കട്ടെ, സലീം കൊടുത്തതയച്ചതല്ല, ഞാൻ തന്നെ മേടിച്ചതാണ്. അനക്കൊക്കെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? കുറേ താത്തച്ചിമാർക്കാണ് പ്രശ്നം. എന്തേത്തെ താത്തച്ചിമാരെങ്ങളെയൊക്കെ പ്രശ്നം? നിങ്ങൾക്ക് ഇതൊക്കെ കിട്ടാത്തതിൻ്റെ കുസുമ്പാണോ? നിങ്ങൾക്ക് കുസുമ്പ്? അതൊന്നും ഗൾഫ് സാധനമല്ലോ അല്ലേ, നാട്ടു സാധനമാണോ അല്ലേ? ആണെങ്കിൽ എന്താ, നാട്ടിലും കിട്ടുന്ന ഗൾഫിലും കിട്ടുന്ന ഒരേ സാധനമാണ്. ഗൾഫിലുള്ളതിൽ കുറച്ച് അറബി വാചകങ്ങൾ ഉണ്ടാവും, നാട്ടിലുള്ളതിൽ അത് ഉണ്ടാവില്ല. അത്രമാത്രമേ മാറ്റം ഞാൻ കണ്ടിട്ടുള്ളൂ. ടേസ്റ്റൊക്കെ ഒന്ന് തന്നെ. കുനാഫയും കനാഫയും ഒക്കെ, കുനാഫ ചോക്ലേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് ഭയങ്കര വൈറലായിട്ട് എജ്ജാതി മുതൽ ഇവിടെ 500 രൂപ എങ്ങാണ്ടും കൊടുക്കണം. അതിൻ്റെയൊക്കെ ഫ്ലേവർ അറിഞ്ഞപ്പം വേണ്ടായിരുന്നു, പരീക്ഷിക്കണ്ടായിരുന്നു എന്ന് വിചാരിച്ചു പോയിട്ടുണ്ട്. പിന്നെ ഇനിയും എന്നെ സ്നേഹിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവരോടായിട്ട് പറയാം, സലീം സാധനങ്ങളൊക്കെ കൊടുത്തയച്ചിട്ടുണ്ടെന്നും സലീമിൻ്റെ സൗണ്ട് കേൾക്കുന്നില്ല എന്നും സലീമിനെ കാണുന്നില്ല എന്നും സലീമിനെ അറിയുന്നില്ല എന്നും സലീം എന്ന് പറയുന്ന കുറേ കാണണമെന്ന് ആഗ്രഹിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ഞാനൊരു 3-4 ദിവസങ്ങൾക്ക് മുമ്പ് ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു. ലൈവിൽ മോള് കയ്യിൻ്റെ നഖം നീട്ടിയിട്ട് നെയിൽ പോളിഷ് ഇട്ടിട്ടുണ്ടായിരുന്നു. അറിയാലോ, നെയിൽ പോളിഷ് ഇട്ടാൽ നിസ്കാരമൊന്നും പറ്റൂല. നിങ്ങളോട് ഒരിക്കൽ കൂടി പറയാണ്, മതം ഉപേക്ഷിച്ചത് ജസ്നയാണ്, അല്ലാതെ ജസ്നയുടെ മക്കളോ ഭർത്താവോ അല്ല മതം ഉപേക്ഷിച്ചത്. അവരിപ്പോഴും മുസ്ലിം മതസ്ഥരായിട്ട് തന്നെയാണ് ജീവിക്കപ്പെടുന്നത്. അപ്പം അവൾ നെയിൽ പോളിഷ് ഇട്ട സമയത്ത് ഞാനത് ഹസ്ബൻഡിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കമ്മൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു. എൻ്റെ കാതിൽ കമ്മൽ കണ്ടോ? അപ്പോൾ ഈ കമ്മൽ ലൈവിൽ വന്നുകൊണ്ട് ഇട്ടതായിരുന്നു. അപ്പോൾ ഇവളാണ് ഇട്ട് തരുന്നത്. പക്ഷേ അതിൻ്റെ സ്മെല്ലടിച്ചപ്പം ഞാൻ ആ സ്പോട്ടിന് തന്നെ ഇക്കാക്കനെ വിളിച്ച് പറഞ്ഞതാണ്. അപ്പോഴാണ് ഇവൾ എനിക്കിട്ട് താങ്ങിയത്. പപ്പാ അമ്മ ലൈവിലാട്ടോ എന്ന് പറഞ്ഞത്. അപ്പോൾ കാക്കനോട് കുറച്ച് ചീത്തയൊക്കെ എനിക്ക് കേട്ട് ലൈവ് കട്ട് ചെയ്യാൻ പറഞ്ഞ് ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞു. ഞാൻ ഡിലീറ്റ് ചെയ്തില്ല, പ്രൈവറ്റാക്കി വെച്ചു. അത് ഒരുത്തൻ്റെ ഒരു കമൻറ്റ് കണ്ടപ്പം ഞാനെടുത്ത് അതേപോലെ ഫോർവേഡ് ചെയ്ത് സലീമിനോട് ചോദിച്ചു, എല്ലാവരും ഇങ്ങനെ പറഞ്ഞിട്ടും നിനക്കൊരു കുഴപ്പമില്ല ഇടോ എന്ന് ചോദിച്ചു.
അപ്പം എന്നോട് പറഞ്ഞു, എന്നാൽ നീ നിൻ്റെ ഇഷ്ടം പോലെ ചെയ്യ്, നീ പോസ്റ്റ് ചെയ്യണേ പോസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ അത് പറയാൻ കാരണം എന്താ വെച്ചാൽ അതിൽ പറയുന്നുണ്ട്, അവൾ കയ്യിൻ്റെ നഖം വെട്ടി രാവിലെ ഫോട്ടോ അയച്ച് കൊടുത്താൽ മാത്രമേ എന്തുള്ളൂ, കൊടുത്ത സാധനങ്ങൾ അവൾക്ക് കൊടുക്കുള്ളൂ എന്ന് പറയുന്നൊരു വാചകമുണ്ട് സലീമിൻ്റേത്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇതിന് മാത്രം എന്തിട്ടാ സാധനം എന്ന്. അവൾക്കൊരു ബോക്സും കുറച്ച് മിഠായിയാണ് കൊടുത്തയച്ച. മിഠായി എന്ന് പറയുന്നത് നമ്മളെ ഈ കുനാഫ ചോക്ലേറ്റാണ്, അതാണ് ഈ മിഠായി. പിന്നെ ഒരു ഡാരി മിൽക്ക്. അത് പൊട്ടിക്കാൻ കുറേ ദിവസം ഇമ്മ പൊട്ടിക്കുമ്മ വീഡിയോ എടുക്കുമ്മ പൊട്ടിക്കുമ്മ വീഡിയോ എടുക്കുമ്മ. ഞാൻ പറഞ്ഞ മക്കളെ എനിക്ക് വേണ്ട, എനിക്കിഷ്ടമല്ല, എനിക്ക് മൈഗ്രെയിൻ വരും അത് കഴിച്ചാൽ. പക്ഷെ അവർക്കത് വീഡിയോ എടുത്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ നാളെ ആവട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഇപ്പം നാളെ നീളെ ഒരുപാട് ദിവസമായി ഫ്രിഡ്ജിൽ കിടക്കുന്നു. 3 ദിവസം കണ്ടായി സാധനം കിട്ടിയിട്ട്. പിന്നെ കുറച്ച് സ്പ്രേയും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തയച്ചത്. സോപ്പ്, മെഡിമിക്സ്. ഇന്നലെ ആരോന്ന് ചോദിക്കുന്നിട്ടേക്ക് ലൈവിൽ മെഡിമിക്സ് എവിടെ പോയിന്ന്. എന്നിട്ട് ഞാൻ കാണിച്ചു കൊടുക്കുകയും ചെയ്തേക്ക്. മെഡിമിക്സ് നമ്മുടെ നാട്ടിലെ മെഡിമിക്സ് പോലെയല്ല കേട്ടോ. നാട്ടിലെ മെഡിമിക്സിന് ഇത്ര സ്മെല്ലുണ്ടാവില്ല, ഒടുക്കമ്മത്തെ സ്മെല്ല്. തലക്ക് കുത്തുന്ന ഒരു സ്മെല്ലും. പിന്നെ അതിൻ്റെ പുറത്ത് തന്നെ അറബി വാചകത്തിൽ മെഡിമിക്സ് എഴുതിയിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. ഇംഗ്ലീഷിൽ ഇപ്പുറത്തും എഴുതിയിട്ടുണ്ട്. നമ്മളത് മലയാളവും ഇംഗ്ലീഷും എഴുതുമ്പോൾ അവർ പിന്നെ അറബിയും ഇംഗ്ലീഷും അത്ര മാത്രമേ ഈ മെഡിമിക്സിലും എനിക്കൊരു മാറ്റം തോന്നിയിട്ടുള്ളൂ. പിന്നെ കൊടുത്തയച്ചൊരു സാധനം ഊതിയത് എനിക്ക് ഓർമ്മയുണ്ട്. എൻ്റെ കർത്താവേ, പിന്നെ കിടക്കുന്നത് ഞാൻ നമ്മുടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ്. ഒന്നും പറയണ്ട, അതിൽ എന്തോ കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള സാധനമാണ്, സിഗരറ്റിന് പകരമുള്ള ലിക്വിഡ്. അത് അരുണിന് വേണ്ടിയിട്ട് കൊടുത്തയച്ചതായിരുന്നു. അവന് സിഗരറ്റ് വലിക്കുന്ന കാര്യം എല്ലാവർക്കും അറിയാമല്ലോ, അത് വേണ്ടിയിട്ട്. അപ്പോൾ എനിക്കിപ്പം നിങ്ങളോടൊക്കെ എന്നല്ല, ആ വളപ്പൊട്ടാട്ടോ ഗൈസ്. ഞാൻ വള കൈമേലിട്ടിട്ടുണ്ടായി കുറച്ച് ദിവസം മുമ്പ് പ്രോഗ്രാമുള്ള സമയത്ത്. പിന്നെ ഊരാൻ കിട്ടൂല, പൊട്ടിച്ചാളില്ല. അപ്പോൾ എനിക്ക് പറയാനുള്ളത് താത്തച്ചിമാരോടാണ്. താത്തച്ചിമാരെ, മോളുടെ പിറന്നാളിനേക്കും സലീം കൊടുത്തയച്ചതാണെന്ന് പറഞ്ഞിട്ടും സാധനങ്ങൾ മേടിച്ചത് ഞാൻ തന്നെയാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? നിങ്ങളല്ലല്ലോ, നിങ്ങളെന്തിന് ബേജാറാകുന്നു? ഇതിനൊക്കെയുള്ള ഉത്തരങ്ങൾ കമൻ്റായിട്ട് എനിക്ക് തരൂ. നിങ്ങളല്ലാത്തിടത്തോളം കാലം, നിങ്ങൾ പൈസ മുടക്കാത്തിടത്തോളം കാലം, നിങ്ങൾ പുരയിലേക്ക് വരാത്തിടത്തോളം കാലം നിങ്ങൾ എന്തിനു ബേജാറാന്ന് താത്തച്ചിമാരെ? അതുകൊണ്ട് താത്തച്ചിമാർക്ക് മാത്രമുള്ള വീഡിയോ ആണ്. താത്തച്ചിമാർക്ക് ബേജാറാണ്, താത്തച്ചിമാർക്ക് ടെൻഷനാണ്. എനിക്ക് ഇത്രയും സാധനങ്ങൾ ഞാനിങ്ങനെ പൊട്ടിച്ച് ആക്കുമ്പം താത്തച്ചിമാരിങ്ങനെ ടെൻഷനായി കുതിരിക്കുകയാണ്. എന്നാത്തിനാണ് എൻ്റെ താത്തച്ചിമാരെ? നിങ്ങൾക്ക് വീട്ടിൽ ചോറും കറിയും വെച്ച് തിന്നാൽ പോരെ? നമ്മളെ ജോലിയല്ലേ ചെയ്യുന്നേ. യൂട്യൂബിൽ പരിദൂഷണം പറഞ്ഞ് പൈസ മേടിക്കാം. 21-ാം തീയതി തൊട്ട് 26-ാം തീയതിൻ്റെ ഉള്ളിൽ പൈസ ഈ മാസത്തെ കയറും. അന്ന് പൂട്ടിക്ക് ടൂറ് പോകണമെന്ന് വിചാരിച്ച് നിൽക്കുകയാണ്. അപ്പം നിങ്ങൾ പറയും അത് എൻ്റെ സ്വന്തം പൈസയാണ്. അല്ല, യൂട്യൂബ് മുതൽ തരുന്ന പൈസയാട്ടോ. അത് ഞാൻ പറഞ്ഞേക്കെ. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ താത്തച്ചിമാർ ഇതിനൊക്കെയുള്ള മറുപടി തരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ബൈ പറഞ്ഞിട്ട് ബൈ ഫ്രം നിങ്ങളുടെ അല്ലാത്ത എന്നെ സ്നേഹിക്കുന്നവരുടെ മാത്രം ജിസ്ന സലീം. ടാറ്റാ.